MKN വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് സഡാക്കോ കൊക്കിനെ നിർമ്മിക്കാം. നിങ്ങൾ എടുത്തിട്ടുള്ള പേപ്പർ ഏത് വലുപ്പത്തിലാണെങ്കിലും അതിനെ സമചതുരത്തിലാക്കി മാറ്റിയെടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു A4 പേപ്പറാണ്. ഇതിനെ സമചതുരമാക്കുന്നതിന് വേണ്ടിയിട്ട് കോണോട് കോണ് മടക്കി ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. ഈ കട്ട് ചെയ്തെടുത്ത സമചതുരത്തിനെ നമ്മൾ ഒരു തവണ മടക്കി വീണ്ടും ഒരു തവണ കൂടി മടക്കി വീണ്ടും മടക്കുക. എല്ലാ മടക്കുകളും കൃത്യമായിട്ട് വരികയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് സഡാക്കോ കൊക്കിനെ ലഭിക്കും. ഇതിൽ നമുക്ക് 3 ലൈൻസാണ് കിട്ടുന്നത്. ഈ ലൈൻസിനനുസരിച്ച് വേണം ഇനി നമ്മൾ മടക്കാനായിട്ട്. നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ തുറന്ന് നമ്മുടെ ഈ ഒരു കോർണർ ഈ ഒരു ലൈനിനോട് ചേർത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ മടക്കുകൾ നന്നായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടി. അതേപോലെ തന്നെ ഇതിനെ ഇങ്ങോട്ട് മടക്കി തൊട്ടടുത്ത ഈ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്യാം. ഈ സൈഡും മടക്കി നന്നായിട്ട് മടക്കിയെടുക്കുക. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഈ ഒരു ഭാഗം ഇവിടെ ഈ ലൈനിനനുസരിച്ച് ഇങ്ങനെ മടക്കിയെടുക്കുക. നാല് സൈഡും നമ്മളിതുപോലെ മടക്കിയെടുക്കുക. ഈ സൈഡും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള 2 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക. അപ്പം നമുക്കൊരു ഇവിടെ ഒരു കൂർത്ത ഭാഗവും ഇവിടെ താഴെ ചെറിയ ഒരു കൂർത്ത ഭാഗവും കിട്ടും. നമുക്ക് ഈ ഒരു ലൈനിൽ വെച്ച് ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓരോ മടക്കുകളും അമർത്തി തന്നെ നന്നായി മടക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ മടക്കി കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു സൈഡ് തുറന്ന് ഈ ഒരു ലൈനിൽ വെച്ചിട്ട് താഴേക്ക് മടക്കാം. ഇവിടെ മടക്കി ഈ 2 സൈഡും ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്യാം. ഇത് തുറന്ന് ഈ കാണുന്ന ലൈനിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ 2 ഭാഗങ്ങൾ ഉള്ള ഭാഗത്ത് നമുക്ക് ഈ വരയോട് ചേർത്ത് ഇങ്ങനെ മടക്കാം. വരയോട് ചേർത്ത് മടക്കുക. ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ബാക്ക് സൈഡും കൂടെ ചെയ്തെടുക്കുക. നല്ല വൃത്തിയായിട്ട് കോർണറൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഇത്രയും ആയ ഭാഗമുണ്ടല്ലോ അതിനെ ഇങ്ങനെ ഈ ആയ ഭാഗത്തിനെ ഈ 2 ഒരു വശത്തേക്കും മറ്റ് 2 മറ്റു വശത്തേക്കുമായിട്ട് നന്നായിട്ട് അമർത്തി മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ലൈന് കാണാം.
അതിനെ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ മടക്കി ഇപ്പുറത്തെ സൈഡും മടക്കി ഈ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ഒരു ഹെഡ് ചെയ്യാം. ഒന്ന് മടക്കി ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഹെഡായിട്ട് കിട്ടും. എന്നിട്ട് ഈ രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സഡാക്കോ കുക്ക് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ ഒരു നൂലും സൂചി ഇട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ എടുത്ത് നമുക്ക് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് നാളെ സ്കൂളിലേക്ക് കൊടുത്തു വിടുക.